മകം നക്ഷത്രക്കാരുടെ 2026 ഏപ്രിൽ മാസത്തെ ഫലങ്ങൾ വിശകലനം ചെയ്യുന്നതിന് മുൻപ് ഈ നക്ഷത്രത്തിന്റെ സവിശേഷതകളും 2026 എന്ന വർഷം മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിർണായകമാണെന്നും ആമുഖമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ജ്യോതിഷശാസ്ത്രത്തിലെ 27 നക്ഷത്രങ്ങളിൽ 10ാമത്തെ നക്ഷത്രമാണ് മകം. ചിങ്ങക്കൂറിൽ വരുന്ന ആദ്യത്തെ നക്ഷത്രമാണിത്. മകം പിറന്ന മന്നൻ എന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്നത് പോലെ ഒരു രാജകീയ പ്രൗഢിയും നേതൃപാടവവും സ്വതസിദ്ധമായി ലഭിച്ചവരാണ് മകം നക്ഷത്രക്കാർ. കേതു ഭരണാധിപനായ ഈ നക്ഷത്രത്തിന്റെ അധിപന്മാർ പിതൃക്കളാണ്. അതുകൊണ്ട് തന്നെ പിതൃക്കളുടെ അനുഗ്രഹം എപ്പോഴും കൂടെയുള്ളവരാണ് ഇവരെന്നും വിശ്വസിക്കപ്പെടുന്നു. 2026 ഏപ്രിൽ മാസം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിവർത്തനത്തിന്റെ തുടക്കമാണ്. ഏപ്രിൽ മാസം പകുതിയോടെ സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന മേടമാസം ആരംഭിക്കുകയാണ്. മലയാളികളുടെ ഐശ്വര്യത്തിന്റെ പ്രതീകമായ വിഷുവും ഈ മാസത്തിലാണ് വരുന്നത്. മകം നക്ഷത്രം ചിങ്ങക്കൂറിൽ വരുന്നതിനാൽ സൂര്യന്റെ മേടമാസത്തിലെ സഞ്ചാരം ഇവർക്ക് സവിശേഷമായ ഊർജം നൽകുന്നു. ആത്മവിശ്വാസം, കർമ്മശേഷി, തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യം എന്നിവ ഈ മാസത്തിൽ ഇവർക്ക് വർദ്ധിക്കും. കഴിഞ്ഞ കുറച്ചു കാലമായി മകം നക്ഷത്രക്കാർ അനുഭവിച്ചുകൊണ്ടിരുന്ന തടസ്സങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ, അനിശ്ചിത അവസ്ഥകൾ എന്നിവയ്ക്ക് ഒരു അറുതി വരാൻ പോകുന്ന സമയമാണിത്. 2026 ഏപ്രിൽ മാസം ഒരു ശുദ്ധീകരണ കാലമായി കണക്കാക്കാം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ, പഴയ ചിന്താഗതികൾ, സാമ്പത്തികമായ ബാധ്യതകൾ എന്നിവയിൽ നിന്ന് മുക്തി നേടി പുതിയൊരു അധ്യായത്തിലേക്ക് ചുവടുവെക്കാൻ ഈ മാസം നിങ്ങളെ പ്രാപ്തരാക്കും. മകം നക്ഷത്രക്കാർക്ക് പൊതുവെ വലിയൊരു ഈഗോ അല്ലെങ്കിൽ ആത്മാഭിമാനം ഉണ്ടാകാറുണ്ട്. ഈ മാസം നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പല സാഹചര്യങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും അവയെ പക്വതയോടെ നേരിടുന്നത് വഴി നിങ്ങൾക്ക് സമൂഹത്തിൽ കൂടുതൽ ബഹുമാനം നേടിയെടുക്കാൻ സാധിക്കും. ഈ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത അത് നിങ്ങളുടെ കർമ്മഫലങ്ങളെ വേഗത്തിലാക്കുന്നു എന്നതാണ്. നിങ്ങൾ മുൻപ് ചെയ്ത നല്ല കാര്യങ്ങളുടെ ഫലം ഈ മാസം അനുഭവിച്ചു തുടങ്ങും. അതുപോലെ തന്നെ അശ്രദ്ധമായി കൈകാര്യം ചെയ്ത കാര്യങ്ങളിൽ നിന്ന് തിരിച്ചടികളും പ്രതീക്ഷിക്കാം. പിതൃക്കളുടെ അനുഗ്രഹം തേടുന്നതും കുടുംബത്തിലെ മുതിർന്നവരുടെ വാക്കുകൾക്ക് വില നൽകുന്നതും ഈ കാലയളവിൽ മകം നക്ഷത്രക്കാർക്ക് ഗുണകരമാകും. ജീവിതത്തിലെ ഭൗതികമായ നേട്ടങ്ങൾക്കൊപ്പം തന്നെ ആത്മീയമായ ഒരു ഉണർവ് കൂടി ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്കുണ്ടാകും. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ 2026 ആദ്യ മാസങ്ങളിൽ ഉണ്ടായിരുന്ന അസ്ഥിരത ഏപ്രിൽ പകുതിയോടെ മാറുകയും ഒരു പുതിയ വരുമാന സ്രോതസ് കണ്ടെത്താനോ അല്ലെങ്കിൽ നിലവിലുള്ള മേഖലയിൽ നിന്ന് കൂടുതൽ ലാഭം കൊയ്യാനോ ഉള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും. എന്നാൽ കേതുവിന്റെ സ്വാധീനമുള്ളതിനാൽ അമിതമായ ആവേശത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പരാജയപ്പെട്ടേക്കാം. അതുകൊണ്ട് ഓരോ ചുവടും ശ്രദ്ധിച്ചു വെക്കേണ്ട മാസമാണിത്. വിഷുഫലം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. വിഷുക്കണി കാണുന്നതിലൂടെ ലഭിക്കുന്ന പോസിറ്റീവ് എനർജി വർഷം മുഴുവൻ നിലനിർത്താൻ മകം നക്ഷത്രക്കാർക്ക് സാധിക്കും. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരാൻ ഈ മാസം അനുകൂലമാണ്. മുടങ്ങിപ്പോയ പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ചുരുക്കത്തിൽ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു മാന്ത്രികത 2026 ഏപ്രിൽ മാസം മകം നക്ഷത്രക്കാർക്കായി കരുതി വെച്ചിട്ടുണ്ട്. ക്ഷമയോടെയും ദൈവവിശ്വാസത്തോടെയും മുന്നോട്ട് നീങ്ങിയാൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലെ നാഴികക്കല്ലായി മാറുമെന്നതിൽ സംശയമില്ല. ഈ മാസത്തിലെ ഓരോ മേഖലയിലുമുള്ള വിശദമായ ഫലങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. മകം നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയിൽ 2026 ഏപ്രിൽ മാസം വലിയ മാറ്റങ്ങളുടെ തുടക്കമാകും. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. മുടങ്ങിക്കിടന്ന സ്ഥാനക്കയറ്റങ്ങളോ ആനുകൂല്യങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ മേലുദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കണം. നിങ്ങളുടെ ആത്മവിശ്വാസം ചിലപ്പോൾ അഹങ്കാരമായി തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും. ജോലിഭാരം കൂടുമെങ്കിലും അത് ഭാവിയിലേക്കുള്ള അംഗീകാരത്തിന് വഴിവെക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന മകം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 2ാം വാരത്തിന് ശേഷം അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. സാങ്കേതിക മേഖലയിലും ഭരണനിർവഹണ മേഖലയിലും ഉള്ളവർക്ക് മികച്ച അവസരങ്ങൾ വരും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കുമെങ്കിലും നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത വേണം. പുതിയ പങ്കാളികളെ ചേർക്കുന്നതിന് മുമ്പ് കൃത്യമായ അന്വേഷണം നടത്തുക. ഏപ്രിൽ പകുതിയോടെ പുതിയ കരാറുകളിൽ ഒപ്പിടാൻ സാധിക്കും. പരമ്പരാഗതമായ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം കൂടുതൽ നേട്ടം ലഭിക്കും. പൊതുരംഗത്ത് നിൽക്കുന്നവർക്ക് ജനസമ്മതി വർദ്ധിക്കും. എങ്കിലും ശത്രുക്കളുടെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതുണ്ട്. സാമ്പത്തികമായി നോക്കിയാൽ ഏപ്രിൽ മാസം ചില വെല്ലുവിളികളും ഒപ്പം വലിയ നേട്ടങ്ങളും കൊണ്ടുവരും. മുൻപ് നൽകിയ കടങ്ങൾ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പിതൃസ്വത്ത് സംബന്ധമായ തർക്കങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. ലോട്ടറി അല്ലെങ്കിൽ ഭാഗ്യപരീക്ഷണങ്ങളിലൂടെ ചെറിയ നേട്ടങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും അതിൽ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. വീട് പുതുക്കി പണിയുന്നതിനോ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കോ വേണ്ടി വലിയൊരു തുക ചെലവാക്കേണ്ടി വരും. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവാക്കുമ്പോൾ നിയന്ത്രണം പാലിക്കുക. കുടുംബത്തിലെ ശുഭകാര്യങ്ങൾക്കായി പണം നീക്കിവെക്കേണ്ടി വരും. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർക്ക് അമിതമായ ലാഭം ലഭിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം തുടക്കം കുറിക്കുന്നത് ഉചിതമായിരിക്കും. സ്വർണത്തിലോ ഭൂമിയിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏപ്രിൽ 20 ശേഷമുള്ള സമയം ഉത്തമമാണ്. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുമെങ്കിലും
ചെറിയ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും. ദമ്പതികൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും അത് പെട്ടെന്ന് പരിഹരിക്കപ്പെടും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ദൂരയാത്രകൾ ദമ്പതികൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കും. പ്രണയബന്ധങ്ങളിൽ ഗൗരവതരമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ സമയമാണ്. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കും. വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹമുറപ്പിക്കാൻ സാധിക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹം ലഭിക്കുന്നത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഉണർവ് നൽകും. കുട്ടികളുടെ പഠനകാര്യത്തിലും അച്ചടക്കത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടക്കാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. മകം നക്ഷത്രക്കാർ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ മാസം അല്പം ജാഗ്രത പുലർത്തണം. ഉദര സംബന്ധമായ അസുഖങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട്. ഭക്ഷണ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുക. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. നട്ടെല്ലിനോ സന്ധികൾക്കോ വേദന അനുഭവപ്പെടാം. പതിവ് വ്യായാമങ്ങൾ മുടക്കാതിരിക്കുക. ചില സമയങ്ങളിൽ അനാവശ്യമായ ഉത്കണ്ഠയോ ഭയമോ തോന്നാം. അമിതമായ ജോലിഭാരം മാനസിക സമ്മർദ്ദത്തിന് കാരണമാകാം. ധ്യാനവും യോഗയും ശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. അമിതമായി ദേഷ്യപ്പെടുന്നത് ഒഴിവാക്കണം. ഇത് നിങ്ങളുടെ രക്തസമ്മർദ്ദത്തെ ബാധിച്ചേക്കാം. 2026 വിഷു മകം നക്ഷത്രക്കാർക്ക് ഐശ്വര്യദായകമാണ്. മേടം 1 ലഭിക്കുന്ന വിഷുക്കണി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. കർഷകർക്കും കൃഷി അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും മികച്ച വിളവ് ലഭിക്കും. വിഷുവിന് ശേഷം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കുടുംബത്തിൽ ഐശ്വര്യവും ഐക്യവും വർദ്ധിക്കും. അടുത്ത ഒരു വർഷക്കാലം മകം നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിന്റെ സൂചനയായി ഈ വിഷുഫലം കണക്കാക്കാം. വാഹനം ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക. അമിത വേഗത ഒഴിവാക്കുക. രാത്രികാല യാത്രകൾ കുറയ്ക്കുന്നത് ഉചിതമായിരിക്കും. സംസാരിക്കുമ്പോൾ നിയന്ത്രണം പാലിക്കുക. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ശത്രുക്കളെ സൃഷ്ടിക്കാനോ കാരണമായേക്കാം. സാമ്പത്തിക ഇടപാടുകളിലോ ഔദ്യോഗിക രേഖകളിലോ ഒപ്പിടുമ്പോൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. അശ്രദ്ധ മൂലം വലിയ പിഴവുകൾ സംഭവിക്കാം. പുതിയ സുഹൃത്തുക്കളെ അന്ധമായി വിശ്വസിക്കരുത്. നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് ഭാവിയിൽ ദോഷം ചെയ്തേക്കാം. മാസത്തിലൊരിക്കൽ ഗണപതി ഹോമം നടത്തുന്നത് വിഘ്നങ്ങൾ മാറാൻ സഹായിക്കും. കറുക സമർപ്പിച്ച് ഗണപതിയെ വന്ദിക്കുന്നത് ഉത്തമമാണ്. മകം നക്ഷത്രത്തിന്റെ അധിപരായ പിതൃക്കളെ പ്രീതിപ്പെടുത്താൻ അമാവാസി ദിവസങ്ങളിലോ മകം നക്ഷത്ര ദിവസത്തിലോ ബലിതർപ്പണം നടത്തുകയോ പിതൃക്കൾക്കായി പ്രത്യേക പൂജകൾ നടത്തുകയോ ചെയ്യുക. ദിവസവും രാവിലെ ആദിത്യ ഹൃദയം ജപിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആരോഗ്യ സംരക്ഷണത്തിനും സഹായിക്കും. ഞായറാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നതും ഉത്തമമാണ്. പാവപ്പെട്ടവർക്കോ അനാഥാലയങ്ങൾക്കോ അന്നദാനം നടത്തുകയോ വസ്ത്രം നൽകുകയോ ചെയ്യുന്നത് കേതുദോഷം കുറയ്ക്കാൻ സഹായിക്കും. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാരയോ ഇളനീർ അഭിഷേകമോ നടത്തുന്നത് മനഃശാന്തി നൽകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയാൻ സാധ്യതയുണ്ട്. എങ്കിലും പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ കഠിനാധ്വാനം ആവശ്യമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ രേഖകൾ ലഭിക്കും. തീർത്ഥാടന യാത്രകൾക്ക് സാധ്യതയുണ്ട്. കുടുംബത്തോടൊപ്പം നടത്തുന്ന യാത്രകൾ മനസ്സിന് ഉന്മേഷം നൽകും. ഭൂമി വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. ഗ്രഹപ്രവേശം പോലുള്ള ശുഭകാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. 2026 ഏപ്രിൽ മാസം മകം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്തും സാമ്പത്തിക രംഗത്തും മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്ന മാസമാണ്. ചില ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടായേക്കാമെങ്കിലും കൃത്യമായ ആസൂത്രണത്തിലൂടെയും ഈശ്വര വിശ്വാസത്തിലൂടെയും അവയെ മറികടക്കാൻ സാധിക്കും. വിഷു കൈനീട്ടത്തിനൊപ്പം ലഭിക്കുന്ന പുതിയ അവസരങ്ങളെ കൃത്യമായി വിനിയോഗിക്കുക. പിതൃക്കളുടെ അനുഗ്രഹം എപ്പോഴും കൂടെയുള്ളതിനാൽ വലിയ അപകടങ്ങളിൽ നിന്ന് നിങ്ങൾ സംരക്ഷിക്കപ്പെടും. ഓർക്കുക, ജ്യോതിഷം ഒരു വഴികാട്ടി മാത്രമാണ്. സ്വന്തം അധ്വാനത്തിലും ആത്മവിശ്വാസത്തിലും വിശ്വസിക്കുക. പോസിറ്റീവായ ചിന്താഗതിയിലൂടെ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും.